ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു കടയിലാണ്. ഇപ്പോൾ വാറൊക്കെ ആയതുകൊണ്ട് സ്കൂളൊക്കെ ക്ലോസ് ആയിരിക്കും. ഇപ്പോൾ ഓപ്പൺ ആക്കുവാണ് പതിയെ സ്കൂളൊക്കെ. അതുകൊണ്ട് സ്കൂളിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ പോവാണ്. അപ്പം നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഗായ്സ്. പിന്നെ ആദ്യം ചെന്നപ്പോൾ ഞാൻ കുറച്ച് ക്ലേയൊക്കെ കണ്ടു. സത്യത്തിൽ ഞങ്ങൾ ബാഗൊക്കെ എടുക്കാൻ ഞാൻ വന്നേ, പക്ഷെ ഞാൻ ക്ലേയുടെ മുന്നിലായി. പിന്നെ ഞാൻ ക്ലേ ഒക്കെ മാറ്റി ബാഗിലോട്ട് പോയി. പിന്നെ എൻ്റെ തോളത്തിലെടുക്കുന്ന ബാഗ് എടുത്തു ഞാൻ. ആ ബാഗാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പിങ്കാണ് ഇഷ്ടമായിട്ടു. പിന്നെ കുറേ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അവിടെ. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സ്ട്രോ ഉള്ള വാട്ടർ ബോട്ടിലാണ് ഇഷ്ടം. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ സ്ട്രോയിലുള്ള വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം വലുതും പിന്നെ അതിനൊക്കെ ഭയങ്കര വീതിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ബാഗിൻ്റെ വലിയ ഉറയാണ്, ചിലപ്പോൾ താഴോട്ട് പോവും. അതുകൊണ്ടാണ് ഞങ്ങൾ അതൊന്നും മേടിക്കാതിരുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽ ഓർഡറിന് കിട്ടി. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗായ്സ്. സോറി ഗായ്സ്, ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ കുറേ ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പതിയെ ലഞ്ച് ബോക്സിലോട്ട് പോയി. ലഞ്ച് ബോക്സിലോട്ട് പോയപ്പോൾ എനിക്ക് അവിടുന്ന് കുറേ ലഞ്ച് ബോക്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അന്ന്. പിന്നെ അവിടുന്ന് ഞാൻ ചിലതൊക്കെ ഒന്ന് നോക്കി, പക്ഷെ അതൊക്കെ ഭയങ്കര വൃത്തിയായിട്ടൊക്കെയാണ്. പിന്നെ അതൊക്കെ ചിലതൊക്കെ ബ്രോക്കാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു പിങ്ക് എടുത്തായിരുന്നു. ആ പിങ്ക് എടുത്ത് തുറന്ന് നോക്കി ഞാൻ, പക്ഷെ അത് തുറക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചു. പിന്നെ വേറെ ഒന്ന് ഞാൻ എടുത്തു, പക്ഷെ അത് ബ്രോക്കഡായിരുന്നു. കണ്ടു ഗായ്സ്, വേറെ ഒന്നും എടുത്തപ്പോൾ അത് ബ്രോക്കഡായിരുന്നു. എനിക്ക് ആകെ സങ്കടമായി ഗായ്സ്. എനിക്ക് പക്ഷെ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു ഗായ്സ്. ഇതാണത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് സ്പൂണൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. പിന്നെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ കളറും കൂടെ വന്നു. പിന്നെ ആ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പതിയെ പാവടത്തോട്ട് പോയപ്പം ഞാൻ അവിടെ നോക്കി പാവയല്ല. ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നു. നോക്കി പാവയല്ല ഞാൻ. അപ്പം എല്ലാ പാവയും സൂപ്പർ പാവയാണ്. എനിക്ക് വീട്ടിലൊക്കെ ഭയങ്കര ടെഡി ബിയർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഡോളിൻ്റെ ആണ് ആവശ്യം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട, ഇനി നമുക്ക് സ്കൂള് ഇപ്പോൾ ഓപ്പൺ ചെയ്യാമല്ലേ, ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുവാണ്. പിന്നെ ലാസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് വന്നു. അത് ഭയങ്കര ബിഗ്ഗാണ്, ഒരു ബേബിഡിയാണ് അത്. പക്ഷേ അമ്മ പറഞ്ഞു ഇനി നമുക്ക് സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ മേടിക്കാമല്ലോ, അപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മ ഒരു പ്ലാന്റൊക്കെ നോക്കി. ഒരു പ്ലാന്റ് പോലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ലാസ്റ്റ് അമ്മയ്ക്ക് ലൈറ്റ് കെട്ടുന്ന പ്ലാന്റ് ഇഷ്ടപ്പെട്ടു, അത് പാക്ക് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞു പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ജനലിൻ്റെ പുറത്തൊക്കെ വെക്കാൻ പറ്റും. അതുകൊണ്ട് അമ്മ അത് ഒന്നും പാക്കൊക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. മാംഗോയുടെ ഉണ്ടായിരുന്നു, ആപ്പിളിൻ്റെ ഉണ്ടായിരുന്നു, ഓറഞ്ചിൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യൂണിഫോമൊക്കെ എടുക്കാൻ നോക്കി. ആദ്യം പോയപ്പോൾ എനിക്കൊരു നാണം ഉണ്ടായിരുന്നു. പിന്നെ മാം പതിയെ ഓക്കെ ആയി. യൂണിഫോമിലെടുത്തോട്ടൊക്കെ പോയി ഞാൻ എല്ലായിടത്തും ഒന്ന് നോക്കുമായിരുന്നു ഗായ്സ്. നല്ല രസമാണ് അവിടെയൊക്കെ കണ്ടു ഗായ്സ്. ഗായ്സ് നമ്മൾ പോവാണ്. ആ സമയത്ത് എൻ്റെ കണ്ണിലൊരു ആവേനും കൂടെ പെട്ട്. പിന്നെ അതിന് വേണ്ടിയുള്ള സങ്കടമാണ്, എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാൻ യൂണിഫോമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എനിക്ക് ചേർന്നതാണ്. പിന്നെ അതും കൂടെ ഒന്ന് പാക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഡ്രസ്സൊന്ന് മാറാൻ പോയി. ഡ്രസ്സ് മാറാമെന്ന് വെച്ചാൽ യൂണിഫോം ഒന്ന് ഇട്ട് നോക്കാൻ പോയി. അവിടെ ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ യൂണിഫോമൊക്കെ അത് ഇട്ട് നോക്കി. പിന്നെ അതൊക്കെ പാക്ക് ചെയ്തു ഞങ്ങൾ അപ്പം നോക്കിയപ്പം ഞാൻ അവിടെ കുറച്ച് വലിയവരുടെ ഷർട്ടൊക്കെ കണ്ടു, പക്ഷെ അതിന് എനിക്ക് ചേർത്തില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ കുറേ നെക്ലേസ് ഉണ്ടായിരുന്നു. ആ വലിയ അമ്മച്ചിമാർക്കും കുറച്ച് വലിയ ആൾക്കാർക്കൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു മുടി എടുത്തു. ആ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അമ്മ പറഞ്ഞു അത് പാക്ക് ചെയ്തോടെ, അത് കുഴപ്പമില്ല.
പിന്നെ ഞങ്ങൾ നെസ്റ്റോയിൽ പോയി. നെസ്റ്റോയിൽ പോയിട്ട് ഞാൻ എസ്കലേറ്റിൽ പോയി ഗായ്സ്. ഞാൻ പറയേണ്ട എസ്കലേറ്ററിൽ ഞാൻ പോയി. ഡാൻസാണ് ഭയങ്കര. അങ്ങനെ പറയുന്നതിന് പോലും എനിക്ക് മനസ്സിലാകത്തില്ല ഗായ്സ്. പിന്നെ അമ്മ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പക്ഷെ അമ്മയ്ക്ക് ഒന്നും വേണ്ടെന്ന് ഇപ്പം പറഞ്ഞു. ചുമ്മാ സ്കൂൾ ഐറ്റംസ് മാത്രം മതി നമ്മൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. അപ്പം അപ്പ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഇത് പാക്ക് ചെയ്തതാണ്. പിന്നെ എൻ്റെ പാവയുടെ സങ്കടം അങ്ങ് മാറി ഗായ്സ്. കണ്ടു ഗായ്സ്, ഞാൻ കാലും നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാണ് ഗായ്സ്. അങ്ങനെ ഞാൻ പോയി. അപ്പം നമുക്ക് സൂപ്പ് കുടിക്കാൻ പോവാണ് ഇനി. അപ്പം ഗായ്സ് നമ്മൾ സൂപ്പ് കുടിക്കുകയാണ്. ഇത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഞാൻ ഊതിയാണ് കുടിക്കുന്നത് ഗായ്സ്. അമ്മ പറഞ്ഞു അത് ഊതി കുടിക്ക്, അല്ലെങ്കിൽ നാക്കൊക്കെ പൊള്ളൂന്ന് അമ്മ പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഊതലാണ് ഞാൻ. ഇപ്പോൾ ഗായ്സ് ഇത് കണ്ട ഞാൻ ഊതുവാണ് ഭയങ്കരം. അന്ന് കുടിച്ച് നോക്കി ഞാൻ. ഓക്കെയാണ്, സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നു ഗായ്സ്. ചിക്കൻ ടിക്കയും കബാബുമാണ് നമ്മൾ ഇന്ന് മേടിച്ചത്. പിന്നെ ചപ്പാത്തി പോലത്തെ ഒരു സാധനം കണ്ടോ, അത് കുബൂസാണെന്ന് എനിക്കറിയാം. പിന്നെ അവിടെ ഒരു വൈഫൈ ബസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകെ ഞാൻ ഇനി പോയി. അപ്പോൾ അതിൻ്റെ താറ്റയും പൈപ്പൊക്കെ കൊടുത്തു പോയി ഞാൻ. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, അതേ പിടിച്ചിട്ട് ഞാൻ വെള്ളം എടുത്തു. അതേ കുളിക്കാനൊന്നും അല്ല ഞാൻ. പിന്നെ ഞാൻ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു. ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ കയറി ഗായ്സ്. പിന്നെ ഞാൻ ഷൂ സെർച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗായ്സ്. ഷൂ ഒക്കെ നേരത്തെ നോക്കിയതാണ് കടയിൽ വെച്ച്, എന്നാലും ഇപ്പോൾ ഒന്ന് നോക്കുവാണ്. പിന്നെ അപ്പ വന്ന് പറഞ്ഞു സമയം കുറേ ആയി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പ വന്ന് പറഞ്ഞു ഉറങ്ങാൻ സമയമായെന്ന്. അപ്പം ഞങ്ങൾ എങ്കിലും ഒന്ന് ഇട്ട് നോക്കി. എന്നിട്ട് ഞങ്ങളെല്ലാം അടുക്കി പിടിച്ച് വെച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. അപ്പം ടാറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാം ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.